Shalom. Our YouTube channel, AFOBIN, welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ലോ യഅലഖ് എലോഹീം മഖരീം അൽഫനൈ. പുറപ്പാട് പുസ്തകം 20 അധ്യായം 3 വാക്യം വായിക്കുന്നു. ഞാൻ അല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. Book of Exodus, chapter 20 verse 3. Thou shalt have no other gods before me. റോ എന്ന എബ്രായ പദം നിഷേധത്തിന്റെ പ്രാഥമിക കണമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വായിക്കാൻ കഴിയുന്നതുപോലെ ഇത് ഒരു അഡ്വേർബ് നെഗറ്റീവ് പാർട്ടിക്കിൾ. ശക്തമായ നിഷേധമോ നിരോധനമോ പ്രകടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഹീബ്രു ബൈബിളിൽ ഒരു പ്രവർത്തനത്തിന്റെയോ അവസ്ഥയുടെയോ അഭാവത്തെയോ വിപരീതത്തെയോ സൂചിപ്പിക്കുന്ന ക്രിയകളോ കമാൻഡുകളോ പ്രസ്താവനകളോ നിരാകരിക്കുന്നതിന് ലോ പലപ്പോഴും ഉപയോഗിക്കുന്നു. എബ്രായ ഭാഷയിൽ ഇത് ഒരു അടിസ്ഥാന പദമാണ്. ഇത് പഴയ നിയമത്തിലുടനീളം കാണപ്പെടുന്നു. The Hebrew word lo is a primary particle of negation, or as we can read here, it is an adverb negative particle. It is used to express a strong denial or prohibition. In the Hebrew Bible, lo is often employed to negate verbs, commands, or statements, indicating the absence or opposite of an action or condition. It is a fundamental word in Hebrew, appearing frequently throughout the Old Testament. ഇഹ് എന്നാൽ ഷാൽ ഹാവു. ഇത് വേർബ് ഖൽ ഇംപെർഫെക്റ്റ് മസ്കുലിൻ സിംഗുലർ ആണ്. ഹയ എന്ന എബ്രായ ക്രിയ പഴയ നിയമത്തിലെ ഒരു അടിസ്ഥാന പദമാണ്. അത് പലപ്പോഴും ആയിരിക്കുക അല്ലെങ്കിൽ ആകുക എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് അസ്തിത്വം, സംഭവിക്കൽ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള ആശയം നൽകുന്നു. ഈ ക്രിയ സ്ഥിതിഗതികൾ പ്രകടിപ്പിക്കുന്നതിലും സംഭവങ്ങളുടെ വികസിക്കുന്നതിലും നിർണായകമാണ്. ദൈവിക നാമമായ ഞാൻ പുറപ്പാട് 3:14 മണി എന്നതിൽ കാണുന്നതുപോലെ ദൈവത്തിന്റെ സ്വയം വെളിപ്പാടിന്റെ പശ്ചാത്തലത്തിൽ ഇത് പതിവായി ഉപയോഗിക്കുന്നു. Yehi means shall have. It is verb kal in perfect third-person masculine singular. The Hebrew verb haya is a fundamental term in the Old Testament, often translated as to be or to become. It conveys the idea of existence, occurrence, or coming into being. This verb is pivotal in expressing states of being and the unfolding of events. It is frequently used in the context of God's self-revelation, as seen in the divine name I am, Exodus 3 verse 14. വ്യാകരണപരമായി ലെക എന്നത് ഒരു സംയുക്ത രൂപമാണ്. ലെ എന്ന പ്രീപോസിഷനും അതിന്റെ എൻഡിംഗ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഖായും ചേർന്നതാണ്. Grammatically, leka is a compound form consisting of the preposition le and its ending, the second-person masculine singular ka. എലോഹിം അഹേരീം എന്ന പദപ്രയോഗം ഹീബ്രു ഭാഷയിൽ മറ്റ് ദൈവങ്ങൾ എന്നു വിവർത്തനം ചെയ്യുന്നു. ഒന്നാമത്തെ കൽപ്പന, ഞാൻ കൂടാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവവും ഉണ്ടാകരുത് എന്നുള്ളത് ഈ മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്നത് വ്യക്തമായി വിലക്കുന്നു. The phrase Elohim Ahirim translates to other gods in Hebrew. The first commandment, you shall have no other gods before me, explicitly forbids the worship of these other gods. അൽഫനായ എന്ന ഹീബ്രു പദത്തിന്റെ വിവർത്തനം എന്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്റെ സാന്നിധ്യത്തിൽ എന്നാണ്. ലളിതമായി തോന്നുമെങ്കിലും ഈ വാചകം പ്രത്യേകിച്ച് 10 കൽപ്പനകളുടെ പശ്ചാത്തലത്തിൽ പരിഗണിക്കുമ്പോൾ അഗാധമായ ദൈവശാസ്ത്രപരവും ധാർമ്മികവുമായ അർത്ഥം ഉൾക്കൊള്ളുന്നു. ഈ അടിസ്ഥാന തത്വങ്ങളുടെ ലെൻസിലൂടെ ഇത് പരിശോധിക്കുന്നത് ദൈവവും മനുഷ്യത്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ വെളിപ്പെടുത്തുന്നു. The Hebrew phrase alphanaya translates to before my face or in my presence. While seemingly simple, this phrase, particularly when considered within the context of the 10 Commandments, carries profound theological and ethical implications. Examining it through the lens of these foundational principles reveals a deeper understanding of the relationship between God and humanity. Thank you for watching our video. Please like, share, and subscribe to our YouTube channel. Please don't forget to comment below. We are using simple techniques throughout our videos to learn languages effectively. So please watch our videos regularly to learn the language faster. Have a great time.